ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 21ാമത്തെ ദിവസത്തിന്റെ തുടക്കമാണ്. ഇന്നും ഞങ്ങൾ ഇസ്താംബുളിൽ തന്നെയാണ്. ഇവിടെ കാണാൻ പോണ സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ തുടക്കം തന്നെ ഞങ്ങൾ ഗലാറ്റ ടവറാണ്. ഈ കാണുന്നതാണ് ഗലാറ്റ ടവർ. ഞാൻ കൂടുതൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഗലാറ്റ ടവർ. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇസ്താംബുൾ കംപ്ലീറ്റ് കാണാം എന്നാണ് അവര് പറയുന്നത്. നമുക്ക് കയറി ചെന്ന് നോക്കിയാൽ അറിയാം എന്താ കാണാൻ പറ്റുന്നുള്ളത്. ഈ ടവർ ആക്ച്വലി AD 528 ചക്രവർത്തിയായ ജസ്റ്റിനിയന്റെ കാലത്ത് നിർമ്മിച്ചെന്നാണ് പറയുന്നത്. അതിനുശേഷം എന്നാൽ ഇന്ന് ഈ കാണുന്ന ടവർ ശരിക്കും 1348 ജനോബീസുകാരാണ് ഈ ടവറിനെ പുനരാവിഷ്കരിച്ചത്, അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്തത്. അത് ഭയങ്കര ടവർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും, കാഴ്ചകൾ അങ്ങനെ തോന്നില്ലെങ്കിൽ പോലും നല്ല ഹൈറ്റ് ഉണ്ട്. 67 മീറ്റർ ഇതിന്റെ ഹൈറ്റ്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ ടവർ ശരിക്കും പൊതുജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തത്. അപ്പം നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കയറാൻ വേണ്ടി ഞങ്ങളിവിടെ ക്യൂ നിൽക്കുകയാണ്. വലിയ ക്യൂ ആണ്. ചേട്ടാ എല്ലാം ഓക്കെ അല്ലേ? ഈ ടവറിനെ എന്തെങ്കിലും ചെറിയ ഐഡിയ ഉണ്ടോ? കൂടുതൽ ഈ ടവറിന് ചുറ്റും നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ഇന്ന് ഞങ്ങളുടെ മിനി ഹീറോ ആയ കിജുവിന്റെ 25ാം വെഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് അവനെ ഞങ്ങൾ പുതിയൊരു ടവർ കൂടി കയറ്റുവാണ്. ഈ ടവറ് വെഡിങ് ആനിവേഴ്സറി കരിങ്കല്ലുകൊണ്ട് കള്ളക്കല്ലുകൊണ്ട് പറഞ്ഞേക്കുന്ന ഈ ടവറിന് കൂടി കയറി കഴിഞ്ഞാൽ ഇസ്താംബുളിലെ നഗരവീഥികളെല്ലാം പിന്നെ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് 13ാം നൂറ്റാണ്ട് ഒരു 15ാം നൂറ്റാണ്ട് ഒരു എന്നെ കാണണമെങ്കിൽ എന്റെ അടുത്ത് വരണം. 2 നൂറ്റാണ്ടുകൊണ്ട് പണിത ടവറാണിത്. ആ 2 നൂറ്റാണ്ട് പണിത ടവറാണ്. 20ാം നൂറ്റാണ്ട് വല്ല ആൾക്കാരെ കാണിക്കാൻ തുടങ്ങി. നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ ഭംഗിയെ പറ്റി പറഞ്ഞുതരാം. അതെ, അതുപോലെ കരിങ്കല്ലും വെള്ളക്കല്ലും ചേർത്താണ്. അതുപോലെ മുകളിൽ ചെന്ന് കഴിയുമ്പോഴുള്ളൂ ഇതിന്റെ യഥാർത്ഥ ഭംഗി എന്താണെന്നുള്ള ശരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ജനോബീസുകാർ ഈ ടവറിനെ ശരിക്കും പറയുന്നത് ക്രൈസ്തവന്റെ ഗോപുരം എന്നാണ് ഇതിനെ പറയുന്നത്. പണ്ട് യുദ്ധകാലങ്ങളൊക്കെ നടക്കുമ്പോൾ ഗലാറ്റ മേഖലയിലെ കാവലിനായി ഈ ടവർ വെക്കുന്നു. കാരണം ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും എല്ലാം ദൃശ്യങ്ങളും കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ടവർ ഒരു കാവൽ ആയിരുന്നു, ഈ രാജ്യത്തിന്റെ കാവലായിരുന്നു. 1453 ഒറ്റോമാൻസുകാർ ഇസ്താംബുൾ പിടിച്ചടക്കുകയും ഗലാറ്റ ടവർ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അതൊക്കെയാണ് ഇതിന്റെ ചരിത്രങ്ങൾ പറയുന്നത്. ഈ ഗലാറ്റ ടവറിൽ കയറണമെങ്കിൽ 30 യൂറോ ആണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം 30 യൂറോ കൊടുത്താലേ ഉള്ളൂ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുള്ളൂ. ഗലാറ്റ ടവറിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ലൊരു ക്യൂ ഉണ്ട്. ഞങ്ങൾ ഒത്തിരി പുറകിലാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കടന്നു വന്നതാണ്. ഞങ്ങൾ ടവറിന്റെ മുകൾ ഭാഗത്തെത്തി. ഇസ്താംബുൾ ടവർ സിറ്റിയാണ് ഈ കാണുന്നത്. സിറ്റിയുടെ ഒരു മോഡൽ. നമുക്കിതിന്റെ ഒറിജിനൽ സൈഡിലേക്ക് ഇത് കാണാൻ പോവാം. ഇതിന്റെ ചുറ്റോടും മുഴുവൻ ഇതുപോലെ വിൻഡോ ഉണ്ട്. ഇതൊരു വിൻഡോയാണ്. അപ്പോൾ വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണാൻ കാഴ്ച കണ്ടത് ഒരു ക്രൂയിസ് കിടപ്പുണ്ട്. അടിപൊളി വലിയ ക്രൂയിസാണിത്, ചെറിയ ക്രൂയിസ് അല്ല. നഗരങ്ങൾ മുഴുവൻ കാണാം. നല്ല മനോഹരമായ ഒരു കാഴ്ച, അതിമനോഹരമായ കാഴ്ചയാണിത്.
ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്ന 67 മീറ്ററിന്റെ മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഈ ടൗൺ മൊത്തം നമുക്ക് കാണാം. മുകളിലേക്ക് സന്തോഷകരമായിട്ട് ലിഫ്റ്റ് കയറ്റി താഴേക്ക് ഇറക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഗുഹ പോലെയാണ് ഇറങ്ങുന്നത്, സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് ഹൈറ്റ് കുറഞ്ഞൊരു പാതയാണ്. മുകളിൽ ഇങ്ങനെ ഇറങ്ങി പോകണം. വീഡിയോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഹെസാർഫൻ അഹമ്മദ് സലാബി എന്ന ശാസ്ത്രജ്ഞന് ഗലാറ്റ ടൗണിൽ നിന്ന് ചിറക് പിടിച്ച് ബോസ്ഫോറസ് കടന്ന് പറന്നുവെന്നത് ഒരു പ്രശസ്തമായ കഥയാണ്. ഇത് ശാസ്ത്ര സാഹിത്യ ചരിത്രത്തിൽ വലിയ പ്രസിദ്ധിയുള്ള സംഭവമാണ്. അപ്പം ഈ അഹമ്മദ് സലാബി ശാസ്ത്രജ്ഞനാണ് ശരിക്കും ഈ ടവറിൽ നിന്നും പറന്നു എന്നാണ് പറയപ്പെടുന്നത്, ചിറക് വെച്ച്. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഇവരുടെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. ഇതുപോലെ പറന്നു എന്നാണ് പറയപ്പെടുന്നത്. കടലിൻ്റെ മുകളിൽ കൂടെ ഉള്ള ചിറകുകൾ വെച്ച് ഇതുപോലെ പറന്നു എന്നാണ് പറയപ്പെടുന്നത്. നല്ല തിരക്കേറിയ ഒരു സ്ട്രീറ്റാണിത്. ഇത് ടൗണാണ്. ടൗണിനുള്ളിലുള്ള വഴികളാണ്. ഇവിടെ ട്രാം സ്റ്റേഷനും ട്രാം പോകുന്ന വഴിയാണ്. ഞങ്ങളിങ്ങനെ ടൗണിൽ കൂടെ നടന്നപ്പോൾ ഒരു പള്ളി കണ്ടു. പള്ളിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. നല്ല മോഡിഫൈ ചെയ്ത് പ്രത്യേക രീതിയിൽ പണിത ഒരു പള്ളിയാണിത്. 21 ദിവസമായപ്പോൾ ഇവിടെ ഞങ്ങളത് ഡൽഹി ദർബാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൽ കണ്ടതിന് സന്തോഷത്തിനകത്തുനിന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നത്തെ ലഞ്ച് ഇവിടുന്ന് ആകാം. ഇസ്താംബുളിലെ ഒരു ചൂണ്ടയിടൽ കേന്ദ്രമാണ്. ഇവിടെ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുണ്ട്. ഇവിടെ എല്ലാവരും ചൂണ്ടയിടലാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചൂണ്ടയിടുന്നത്. ഇട്ട് വെച്ചേക്കുന്നവരുണ്ട്, എറിയുന്നവരുണ്ട്. അങ്ങനെ ഇസ്താംബുൾ ടൗണിൻ്റെ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ടൊരു സ്ക്വയർ. നിങ്ങൾ അതിൻ്റെ മെയിൻ കാതലായ സെൻറ്ററാണ് ടൗണിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയറിലെത്തിയപ്പോൾ ഇവിടെ അടുത്ത് ഒരു മസ്ജിദുണ്ട്. അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതൊന്ന് കാണണം. അടുത്ത പോലീസുകാർ ഇവിടുത്തെ ഈ ചെറിയ സ്ട്രീറ്റിൽ കൂടെ കൊണ്ടുപോകാനുള്ളൊരു ട്രാമാണിത്. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഒരു ടൗൺഷിപ്പ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. 1.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 1.5 കിലോമീറ്റർ നടന്ന് ഇപ്പുറം എത്തി. സാവുച്ചനെ ഫോട്ടോയിൽ പതിപ്പിക്കലിൻ്റെ തിരക്കിലാണ് ഇവർ. ഒപ്പിയെടുത്തു സാവുച്ച, ഒപ്പിയെടുത്തോ? തൊപ്പില്ലാതെ ഒപ്പിയെടുത്തു. നമ്മളിപ്പോൾ സ്ക്വയർ ടൗണിൻ്റെ സ്ക്വയറിലെത്തി. അതാണ് ആ ബോർഡ് കണ്ടത്. ആക്ച്വലി അത് ഞാൻ വായിക്കാൻ തുടങ്ങുകയത്. ടർക്കി അങ്ങനെ റിപ്പബ്ലിക്കായിട്ട് 101 ആനിവേഴ്സറി ആയിരുന്നു. 101 ആനിവേഴ്സറി ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ടർക്കി. That's right.